രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. അതിനി ആരാണെങ്കിലും പാലിച്ചേ മതിയാകൂ. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ആലപ്പുഴയിൽ മാത്രം അടപ്പിച്ച സ്ഥാപനങ്ങളുടെ എണ്ണം 140 ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ ഫോസ്കോസ് ആണ് ഇതിന് കാരണം. എല്ലാ വീഡിയോകളിലും നമ്മൾ പറയാറുണ്ട് ലൈസൻസ്, രജിസ്ട്രേഷൻ ഇതൊക്കെ എടുക്കണം എന്ന് പറയാറുണ്ട്. എന്നാൽ സർക്കാരിനെ കളിപ്പിക്കാം, ഇല്ലെങ്കിൽ FSSAI കളിപ്പിക്കാം എന്ന് കരുതി കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പണി കിട്ടി തുടങ്ങി. കഴിഞ്ഞ 4 ദിവസമായിരുന്നു ആലപ്പുഴയിലെ ഓപ്പറേഷൻ. അതായത് ഓപ്പറേഷൻ ഫോസ്കോസ് എന്നായിരുന്നു ഇതിന് പേര്. ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ എടുത്ത് പ്രവർത്തിച്ചത് 139 സ്ഥാപനങ്ങളാണ്. ഇന്ന് പത്രത്തിൽ വന്ന ന്യൂസ് ആണ്. ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 4 ദിവസം കൊണ്ട് നടത്തിയ പരിശോധനയിൽ ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത 140 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിപ്പിച്ചു. ആകെ 279 സ്ഥാപനങ്ങൾക്കാണ് പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകിയത്. സ്ഥാപനങ്ങളുടെ ലൈസൻസ് പരിശോധിക്കുന്നതിനായി ഓപ്പറേഷൻ ഫോസ്കോസ് ലൈസൻസ് ഡ്രൈവ് എന്ന പേരിൽ 5 മുതൽ, അതായത് ഫെബ്രുവരി 5 മുതൽ ഇന്നലെ വരെയാണ് പരിശോധന നടത്തിയിരുന്നത്. 4 ദിവസത്തിനിടെ 988 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 139 സ്ഥാപനങ്ങൾ ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ എടുത്ത് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. ഇവർക്ക് ലൈസൻസ് എടുക്കുന്നതിനും പിഴ ഒടുക്കുന്നതിനും നോട്ടീസ് നൽകി. നിലവിൽ അടപ്പിച്ച സ്ഥാപനങ്ങൾ ലൈസൻസ് എടുക്കുകയോ ലൈസൻസിന് പൂർണ്ണമായ അപേക്ഷ സമർപ്പിക്കുകയോ ചെയ്തില്ലെങ്കിൽ തുറന്നു പ്രവർത്തിക്കാൻ സാധ്യമല്ല. സ്ഥാപനങ്ങൾക്ക് ലൈസൻസ്, രജിസ്ട്രേഷൻ എടുക്കാൻ 5 വരെ സമയം നൽകിയിരുന്നു, അതായത് ഫെബ്രുവരി 5 വരെ. ഇത് കഴിഞ്ഞിട്ടും പല സ്ഥാപനങ്ങളും വേണ്ട രേഖകളില്ലാതെ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ഇത് ആലപ്പുഴ ജില്ലയിലെ മാത്രം കാര്യമല്ല. ഞങ്ങൾ മലപ്പുറത്താണ്, ഞങ്ങൾ കോഴിക്കോടാണ്, അതുകൊണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് കരുതരുത്. എല്ലായിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം നമ്മൾ നിയമം ലംഘിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർ നമ്മളെ നിയമം പഠിപ്പിക്കും, നമുക്ക് പിഴയിടും. നമ്മളുടെ ലൈസൻസ്, രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അവർ പൂട്ടിക്കും. ഇനി രജിസ്ട്രേഷൻ ആർക്കൊക്കെ, നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാതെ ആളുകൾ വീണ്ടും വീണ്ടും വന്ന് ചോദിക്കുന്ന കാര്യമാണ്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അത് പറയാം. സ്വന്തമായി ഭക്ഷണം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നവർ, ചെറുകിട കച്ചവടക്കാർ, തെരുവ് കച്ചവടക്കാർ, ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്നവർ, താൽക്കാലിക കച്ചവടക്കാർ തുടങ്ങി ദിവസ വരുമാനം 4000 രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ അനുമതിയോടെ പ്രവർത്തിക്കാനാകുക. നമ്മളുടെ എല്ലാ വീഡിയോകളിലും പറയുന്ന കാര്യമാണ് ഇത്. ലൈസൻസ്, രജിസ്ട്രേഷൻ, ഇതിന്റെ വ്യത്യാസമൊക്കെ പറയാറുണ്ട്. ഇനി ലൈസൻസ് ആർക്കൊക്കെ വേണം? ഭക്ഷ്യ സംരംഭകരും ഭക്ഷണ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളും ലൈസൻസ് എടുത്തു മാത്രമേ പ്രവർത്തിക്കാവൂ. 4000 രൂപയിൽ കൂടുതൽ ദിവസ വരുമാനമുള്ള സ്ഥാപനങ്ങളും ജീവനക്കാരെ ഉൾപ്പെടുത്തി തട്ടുകട നടത്തുന്നവരും ലൈസൻസ് എടുക്കണം. അപ്പോൾ ഇത് രണ്ടും നിർബന്ധമാണ്. കാരണം നിങ്ങൾ വിൽക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവനാണ്. ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ ആഹരിക്കുമ്പോൾ അത് അവന്റെ ശരീരത്തിന് ഗുണം ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മൾ വിൽക്കുന്ന ഭക്ഷണത്തിന് ഗുണനിലവാരമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സർക്കാരിനും അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ഗുണനിലവാരമുള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ വേണ്ടി വരുന്നത്. അതുപോലും എടുക്കാൻ മനസ്സില്ലാതെ ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം പൂട്ടിപ്പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. അത് നമ്മളൊരു സാധാരണ ജനമായിട്ട്, സാധാരണ മനുഷ്യനായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്കും മനസ്സിലാകും. അതുകൊണ്ട് സർക്കാരിന് 100 അഭിവാദ്യങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും. ഈ ഡിപ്പാർട്ട്മെന്റിനും, ഉറങ്ങിക്കിടന്ന ഡിപ്പാർട്ട്മെന്റാണ്, അതിപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.